എല്ലാവർക്കും നമസ്കാരം. കുങ്കുമപ്പൂവും രക്തചന്ദനവും ഉൾപ്പെടെ അമൂല്യ ഔഷധങ്ങൾ ചേർന്നതാണ് കുങ്കുമാതി തൈലം. ഇത് വെറുമൊരു ഫേസ് ഓയിൽ മാത്രമല്ല, മറിച്ച് ചർമ്മത്തിലെ കോശങ്ങളെ ഉള്ളിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു അത്ഭുത മരുന്നാണ്. ചർമ്മത്തിലെ നിറം വർദ്ധിപ്പിക്കാനും തിളക്കം നൽകാനും ഇത് എങ്ങനെ സഹായിക്കുമെന്നും മുഖത്തെ കറുത്ത പാടുകൾ, മുഖക്കുരു, സൺടാൻ എന്നിവ മാറാൻ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും നോക്കാം. എല്ലാത്തരം ചർമ്മക്കാർക്കും കൃത്യമായ അളവിൽ ഉപയോഗിച്ചാൽ ഗുണകരമായ ഒന്നാണ് കുങ്കുമാതി തൈലം. ഇത് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മുഖക്കുരു വരാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് ചർമ്മത്തിലെ മെലാനിന്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുകയും ചർമ്മത്തിന് സ്വാഭാവികമായ നിറം നൽകുകയും ചെയ്യുന്നു. ഈ തൈലത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുന്നു. ഇത് ചർമ്മം തൂങ്ങുന്നത് തടയുകയും ഇലാസ്തികത നിലനിർത്തുകയും ചെയ്യും. സൂര്യപ്രകാശം മൂലം ചർമ്മത്തിനുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഇതിലെ ചേരുവകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ആയുർവേദ മരുന്നുകൾ ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാനാണ് സഹായിക്കുന്നത്. കുങ്കുമാതി തൈലം ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകും. എന്നാൽ ഇത് ബ്ലീച്ചിങ് ക്രീം പോലെ വെളുപ്പിക്കില്ല. എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. പക്ഷേ അളവ് കുറയ്ക്കണം. വെറും 2-3 തുള്ളി മാത്രം ഉപയോഗിച്ച് 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുന്നതാണ് അവർക്ക് നല്ലത്. കുങ്കുമാതി തൈലം രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പകൽ പുരട്ടി വെയിലത്ത് പോയാൽ ചർമ്മം കൂടുതൽ കറുക്കാൻ കാരണമായേക്കാം. ചർമ്മത്തിലേക്ക് ഈ എണ്ണ ഇറങ്ങാൻ സമയം നൽകണം. വരണ്ട ചർമ്മമുള്ളവർക്ക് ഇത് രാത്രി മുഴുവൻ മുഖത്ത് വയ്ക്കാം. കണ്ണിന് താഴെയുള്ള കറുപ്പ് മാറാൻ കുങ്കുമാതി തൈലം ഒരു തുള്ളിയെടുത്ത് വിരൽ കൊണ്ട് മൃദുവായി മസാജ് ചെയ്യുക. ചർമ്മത്തിലെ കരുവാളിപ്പ് മാറ്റാൻ തൈരും കുങ്കുമാതി തൈലവും ചേർത്ത് ഫേസ് പാക്കായി ഉപയോഗിക്കാം. ചുണ്ടിലെ കറുപ്പ് മാറാൻ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് കുങ്കുമാതി തൈലം ചുണ്ടിൽ പുരട്ടുന്നത് നല്ലതാണ്. പ്രസവാനന്തരം വയറിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കുകൾ മാറാൻ കുങ്കുമാതി തൈലം പതിവായി പുരട്ടുന്നത് ഗുണം ചെയ്യും. വരണ്ട ചർമ്മമുള്ളവർക്ക് കുങ്കുമാതി തൈലം അല്പം കറ്റാർവാഴ ജെല്ലുമായി ചേർത്ത് പുരട്ടുന്നത് ചർമ്മത്തിലെ വരൾച്ച മാറ്റി മൃദുത്വം നൽകും. എണ്ണമയമുള്ള ചർമ്മമുള്ളവർ 2-3 തുള്ളി മാത്രം ഉപയോഗിക്കുക. അരമണിക്കൂറിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് കഴുകിക്കളയാം. കറുത്ത പാടുകൾക്ക് പാടുള്ള ഭാഗത്ത് തൈലം പുരട്ടി അല്പം കൂടുതൽ സമയം മസാജ് ചെയ്യുക. ഇത് പാടുകൾ മാറാൻ സഹായിക്കും. വെയിലേറ്റുണ്ടാകുന്ന കരിവാളിപ്പ് മാറാൻ കുങ്കുമാതി തൈലം പാലുമായി ചേർത്ത് മുഖത്ത് പുരട്ടി 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. നിറം വർദ്ധിക്കാൻ ദിവസവും കുളിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് മുഖത്തും കഴുത്തിലും പുരട്ടുക. ഈ തൈലം പുരട്ടിയ ശേഷം ആവി പിടിക്കുന്നത് സുഷിരങ്ങൾ തുറക്കാനും എണ്ണ ആഴത്തിലിറങ്ങാനും സഹായിക്കും. നഖത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും നഖത്തിന് തിളക്കം ലഭിക്കാനും ഇത് പുരട്ടാം. മുഖത്തുണ്ടാകുന്ന സുഷിരങ്ങൾ കുറയ്ക്കാൻ തൈലം പുരട്ടി മസാജ് ചെയ്ത ശേഷം ഐസ് ക്യൂബ് കൊണ്ട് മുഖം തുടയ്ക്കുന്നത് നല്ലതാണ്. എണ്ണമയമുള്ള ചർമ്മമുള്ളവർ രാത്രി മുഴുവൻ ഇത് പുരട്ടി വയ്ക്കുന്നത് ഒഴിവാക്കണം. ഇത് വൈറ്റ് ഹെഡ്സ് ഉണ്ടാക്കാൻ കാരണമായേക്കാം. ഇത് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നറിയാൻ ആദ്യം കൈത്തണ്ടയിൽ പുരട്ടി നോക്കുന്നത് നല്ലതാണ്. ഇത് കട്ടി കൂടിയ തൈലമായതുകൊണ്ട് തന്നെ ഗുണനിലവാരം കുറഞ്ഞവ ഉപയോഗിച്ചാൽ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയാൻ കാരണമായേക്കാം. കുങ്കുമാതി തൈലം പുരട്ടിയ ശേഷം സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് ഒഴിവാക്കണം. പകരം പയറുപൊടിയോ കടലമാവോ ഉപയോഗിക്കാം.